എല്ലാ കഥകൾക്കും ഒരവസാനമുണ്ട്. ഫുട്ബോളിൽ നിന്ന് ഞാൻ ഉടൻ വിരമിക്കും. ആ ദിവസത്തിനായി ഞാൻ മാനസികമായി തയ്യാറെടുക്കും. എങ്കിലും ഫുട്ബോൾ കളിക്കാതിരിക്കുക ഏറെ പ്രയാസകരമാണ്. ആ ദിവസം ഞാൻ കരഞ്ഞേക്കാം. 25, 26, 27 വയസ്സുള്ളപ്പോൾ മുതൽ ഞാൻ ഫുട്ബോളിന് വേണ്ടി ജീവിക്കുന്നു. വിരമിക്കൽ എന്ന സമ്മർദ്ദഘട്ടത്തെ അതിജീവിക്കാൻ എനിക്ക് കഴിയുമെന്ന് ഞാൻ കരുതുന്നു. സമീപകാലത്ത് PS മോർഗന് നൽകിയ ഒരു അഭിമുഖത്തിലെ വാചകങ്ങളാണ്. സത്യാവസ്ഥ എന്തെന്നാൽ അയാൾക്ക് ഇന്ന് 41 വയസ്സ് തികയുകയാണ്. പേര് ക്രിസ്ത്യാനോ റൊണാൾഡോ. 1985 ഫെബ്രുവരി 5-നാണ് റോണോയുടെ ജന്മം. ജോസ് ഡിനിസ് സബയറോയുടെയും മരിയ ഡൊലോറസിന്റെയും മകൻ. ആ പേരിലുമുണ്ട് ഒരു കൗതുകം. ക്രിസ്ത്യാനോയ്ക്കൊപ്പമുള്ള റൊണാൾഡോ എന്ന പേര് ലഭിച്ചത് മാതാപിതാക്കളിൽ നിന്നല്ല. അമേരിക്കൻ പ്രസിഡന്റും നടനുമായിരുന്ന റൊണാൾഡോ റീഗന്റെ കടുത്ത ആരാധകനാണ് ക്രിസ്ത്യാനോയുടെ പിതാവ്. ഈ പേരാണ് ക്രിസ്ത്യാനോയ്ക്കൊപ്പം റൊണാൾഡോ എന്നായത്. പോർച്ചുഗീസ് ആർമിയിലെ ഉദ്യോഗസ്ഥനായിരുന്നു റൊണാൾഡോയുടെ പിതാവ്. 1974 ആഫ്രിക്കയിലെ പോർച്ചുഗീസ് യുദ്ധം അവസാനിച്ചതോടെ റോണോയുടെ പിതാവിന് ജോലി നഷ്ടമായി. പിന്നെ പ്രാദേശിക ഫുട്ബോൾ ക്ലബ്ബിലെ ജീവനക്കാരന് വീട്ടുജോലിക്കാരിയായിരുന്നു റോണോയുടെ അമ്മ. കടുത്ത ദാരിദ്ര്യത്തിലൂടെ അയാളുടെ കുട്ടിക്കാലം കടന്നുപോയി. പിതാവിന്റെ ജോലി കുഞ്ഞു റോണോയെ ഫുട്ബോളിലേക്ക് അടുപ്പിച്ചു. 8-ാം വയസ്സ് മുതൽ പന്ത് തട്ടി തുടങ്ങി. ഊണിലും ഉറക്കത്തിലുമെല്ലാം ചിന്ത ഫുട്ബോളിനെ കുറിച്ച് മാത്രമായിരുന്നു. 14-ാം വയസ്സിൽ കാണിച്ച ചെറിയൊരു കുരുത്തക്കേട് സ്കൂളിൽ വെച്ച് അധ്യാപകന് നേരെ കസേര എടുത്തെറിഞ്ഞു. അതിന് ശിക്ഷയായി റോണോയെ സ്കൂളിൽ നിന്ന് പുറത്താക്കി. അതോടെ ഫുട്ബോളിനായി മുഴുവൻ സമയവും ചെലവഴിക്കാൻ ആ ബാലൻ തീരുമാനിച്ചു. ഒരുപക്ഷെ ലോക ഫുട്ബോളിന്റെ നെറുകയിലേക്ക് റോണോയുടെ യാത്ര തുടങ്ങിയത് അവിടെ നിന്നാവണം. 2002 പോർച്ചുഗീസ് ക്ലബ് സ്പോർട്ടിംഗ് CPയിൽ കരിയർ തുടങ്ങി. 2003 ഇംഗ്ലീഷ് ക്ലബ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിലെത്തി. ചരിത്രത്തിൽ ആദ്യമായി ഒരു പോർച്ചുഗീസ് താരം മാഞ്ചസ്റ്ററിൽ പന്ത് തട്ടാനെത്തുന്നുവെന്ന നേട്ടം റോണോയ്ക്ക് സ്വന്തമായി. ജോർജ് ബെസ്റ്റ്, ബ്രയാൻ റോബ്സൺ, എറിക് കാന്റോണ, ഡേവിഡ് ബെക്കാം എന്നിവർക്ക് മാത്രം ലഭിച്ചിരുന്ന 7-ാം നമ്പർ ജേഴ്സി അയാൾക്ക് ലഭിച്ചു. മികച്ച പ്രകടനം നടത്താൻ തനിക്കുള്ള പ്രചോദനമെന്നായിരുന്നു ആ അംഗീകാരത്തോട് റോണോ പ്രതികരിച്ചു. 2009 മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വിത്ത് റോണോ സ്പാനിഷ് ക്ലബ്ബായ റയൽ മാഡ്രിഡിലെത്തി. 2018 വരെ റയലിന്റെ താരം. ഒരുപക്ഷെ ഇക്കാലമാവും അയാൾ ഫുട്ബോൾ ജീവിതത്തിൽ ഏറ്റവും അധികം തിളങ്ങിയത്. 438 മത്സരങ്ങളിൽ നിന്നായി 451 ഗോളുകൾ റോണോ അടിച്ചുകൂട്ടി. സ്പെയിനിൽ സന്തോഷത്തിന്റെ നാളുകളായിരുന്നു. ലയണൽ മെസ്സിയും ക്രിസ്ത്യാനോ റൊണാൾഡോയും നേർക്കുനേർ വന്ന മത്സരങ്ങൾ ഫുട്ബോൾ ലോകം ഒരുപാട് ആസ്വദിച്ചു. പക്ഷേ അവിടെ നിന്നും അയാൾക്ക് പടിയിറങ്ങേണ്ടി വന്നു. ജീവിതമാകുന്ന പാഠപുസ്തകത്തിലെ ഒരു പുതിയ അധ്യായം കൂട്ടിപ്പറ്റിക്കണം. അതായിരുന്നു ആ മാറ്റത്തിന് പിന്നിലെ തീരുമാനം. ഇറ്റാലിയൻ ക്ലബ് യുവന്റസിലായിരുന്നു റോണോ പിന്നീട് കളിച്ചത്. അവിടെ നിന്നും മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ തിരിച്ചെത്തി. പക്ഷേ ആ തീരുമാനം ഒരൽപ്പം കടുത്തുപോയി. അന്നത്തെ യുണൈറ്റഡ് മാനേജർ എറിക് ടെൻ ഹാഗുമായുള്ള പ്രശ്നങ്ങൾ റോണോയുടെ കരിയറിന് തിരിച്ചടിയായി. അയാൾ യൂറോപ്യൻ ഫുട്ബോൾ തന്നെ വിടേണ്ടി വന്നു. നിലവിൽ സൗദി അറേബ്യയിൽ അൽ നസറിനൊപ്പം ആ കരിയർ തുടരുകയാണ്. ഫുട്ബോൾ ജീവിതത്തിൽ 30-ലധികം ട്രോഫികൾ റോണോ സ്വന്തമാക്കിയിട്ടുണ്ട്. 5 തവണ യുവേഫ ചാമ്പ്യൻസ് ലീഗ് കിരീടം, 3 തവണ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് കിരീടത്തിൽ മുത്തമിട്ടു. പോർച്ചുഗലിനായി യുവേഫ നേഷൻസ് ലീഗിലും യൂറോ കപ്പിലും കിരീട വിജയം സ്വന്തമാക്കി. ലോക ഫുട്ബോളിൽ ഏറ്റവും അധികം ഗോൾ നേടിയ താരമെന്ന റെക്കോർഡും റോണോയ്ക്ക് സ്വന്തമാണ്. ഈ നേട്ടങ്ങൾക്കിടയിലും പലരും അയാളെ വിമർശിക്കാറുണ്ട്. ആത്മപ്രശംസ നടത്തുന്നവനെന്നും സ്വാർത്ഥനായ താരമെന്നുമൊക്കെ. പക്ഷേ അതിലൊന്നും കാര്യമില്ലെന്നതാണ് സത്യം. ലോക ഫുട്ബോളിലെ ഏറ്റവും മികച്ച താരം താനെന്ന് പറഞ്ഞതാണോ ആത്മപ്രശംസ? അതൊക്കെ സ്വയം മോട്ടിവേറ്റ് ചെയ്യുന്നതായി കരുതിയാൽ പോലെ. കളിക്കളത്തിൽ ഗോൾ നേട്ടത്തിനായി അമിതമായി ആഗ്രഹിച്ചതിനാണോ അയാളെ സ്വാർത്ഥനെന്ന് വിളിക്കുന്നത്? ഗോളടിക്കാനും വിജയിക്കാനും ആഗ്രഹിച്ചാലല്ലേ ഫുട്ബോളിന്റെ ആവേശം സിരകളിൽ പടരും. ഇനി നിങ്ങൾ പറയൂ, ലോക ഫുട്ബോൾ ചരിത്രത്തിൽ ക്രിസ്ത്യാനോയ്ക്കൊപ്പം മികച്ചതായി മറ്റാരുണ്ട്? നിങ്ങളുടെ ഉത്തരം ഈ അഭിപ്രായത്തോട് യോജിക്കുന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഹാപ്പി ബർത്ത്ഡേ ക്രിസ്ത്യാനോ റൊണാൾഡോ എന്നൊന്ന് പറയണം.